എന്താടി പെണ്ണെ മുഖത്തൊരു വിഷമം? അല്ല, നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? കാശുള്ള വീട്ടിലെ ചെറുക്കനാ. അപ്പൊ പിന്നെ സുന്ദരിയായ ഒരു പെണ്ണ് വിചാരിച്ച നടക്കാത്തത് എന്തടി ഈ ലോകത്ത്? ഞാൻ നേരിയാണെങ്കിൽ നാളെ വൈകിട്ട്. ബാക്കി കളി അപ്പ കണ്ടോ. വേണു, നോക്ക്, ഇതാരെന്നറിയാമോ? മേരി, ഫെലിക്സിന്റെ വീട്ടിലെ സെർവൻറ്റ്. ഞാനെല്ലാം മറന്നു വരികയായിരുന്നു, പൊറുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ്, നോക്ക്, ഇത് വായിച്ചു നോക്ക്. സ്നേഹം നിറഞ്ഞ സോഫിയയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാര്യത്തിലേക്ക് കടക്കട്ടെ. നമ്മൾ തമ്മിൽ സ്വന്തക്കാരായതുകൊണ്ടാണ് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നെക്കൊണ്ട് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. സോഫിയയ്ക്ക് വേണുവിനെ അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ പിരിയാൻ വയ്യാത്ത വിധം സ്നേഹത്തിലായിരുന്നുവെന്നും എനിക്കറിയാം. എൻ്റെ സോഫിയ, നീ പാവം പെണ്ണായതുകൊണ്ട്, ചതിയിൽ വീഴാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസിക്കണം. വേണു ഇപ്പോൾ എവിടെയുണ്ട്? ഫിലിക്സ് ചേട്ടൻ്റെ വീട്ടിൽ. എനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംശയമുണ്ടായിരുന്ന കാര്യങ്ങൾ നേരിട്ട് കാണേണ്ടി വന്നു. കണ്ടു. എന്താണ് കണ്ടതെന്നറിയണ്ടേ? നിന്നോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ഞാനൊന്നും മറയ്ക്കുന്നില്ല. ഇപ്പോൾ ഫിലിക്സ് ചേട്ടൻ്റെ ഭാര്യ മാഗി ചേച്ചിയുടെ ഭർത്താവ് ഫിലിക്സ് ചേട്ടനല്ല. ആരെന്നറിയണ്ടേ? വേണു. നിന്റെ എല്ലാമായിരുന്നു വേണു. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അതിനുള്ള കടപ്പാട് എനിക്കുണ്ട്. തീരുമാനമെടുക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടാവട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. എന്ന് സ്വന്തം മേരി. അതെ, മുഴുവൻ രഹസ്യവും ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ പുതിയൊരു വെളിച്ചത്തിൽ കാണാൻ അതെന്നെ സഹായിച്ചു. ഇപ്പോൾ എനിക്കെല്ലാം ഭംഗിയായി കാണാൻ കഴിയുന്നു. എൻ്റെ വേണു, നാം പരസ്പരം കള്ളം പറയരുത്. നമ്മോട് തന്നെ കള്ളം പറയരുത്. ഞാൻ ആശിക്കുന്നത്ര ആഹ്ലാദത്തോടെ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നീ അർഹിക്കുന്നത്ര ആർദ്രതയോടെ. പക്ഷേ എനിക്ക് വ്യക്തമായിട്ടറിയാം അതൊരിക്കലും സംഭവിക്കില്ലെന്ന്. ഞാൻ നിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാൻ വന്നത് സ്വമേധയായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ടു നീ അതിന് അർഹനല്ലെന്ന്. നമുക്ക് പിരിയാം, എന്നേക്കുമായി പിരിയാം എന്ന് സ്വന്തം സോഫിയ. Fantastic. ഫോട്ടോഗ്രാഫർക്ക് ഈ മോഡലിനെ ഇഷ്ടപ്പെട്ടാവോ? പണ്ട് എന്നുവെച്ചാ വളരെ പണ്ടല്ല. ലൈഫ് മാഗസിന് വളരെ പ്രസിദ്ധനായ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഫിലിപ്പി ഹാൾസ്മാൻ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ എത്ര മഹാനോ ആയിക്കോട്ടെ, അതല്ല വിഷയം. ക്യാമറയുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് പ്രധാനം.
വരൂ. ഇരിക്കൂ. വേണു, ഞാൻ ഇതാ വരുന്നു. വേണുവിന് വൈൻ ഇഷ്ടമാണല്ലോ. ക്രിസ്തുമസിന് വേണ്ടി ഉണ്ടാക്കിയതാ. കഴിക്കാൻ വരട്ടെ? പട്ടാളമാ സാധനം. കുറച്ചൊഴിക്കട്ടെ. അപ്പച്ചന്റെ കോട്ടയാ. വൈനും റമ്മും കൂടെ ചേരുമ്പോ നല്ല ഹരമാ. ആള് കാണുന്നത് പോലെ അല്ലല്ലോ. ഒന്നുകൂടെ ആവാം അല്ലേ? Cheers. കാണാനോ സുന്ദരി, കയ്യിലില്ലാത്ത ഹറാമറപ്പ്. എന്താ പറയാനുള്ള അത്യാവശ്യ കാര്യം? എളുപ്പം പറ, എനിക്ക് പോണം. വേണു, ഇന്നേ എന്റെ കാലിൽ റോസാമുള്ള കൊണ്ടു. ദാ ഇവിടെ. ഇവിടെ. ഈ വേണുവിന് എന്നോട് ഒരു സ്നേഹമില്ല. വേണു, എന്താ എന്റെ മോൻ ഇവിടെ ഒരു ഉമ്മ തരാത്തെ? മേരി, മാഗി തിരക്കും, ഞാൻ പോട്ടെ.